നോക്കൂ, ഇവിടെ എവിടെയെങ്കിലും അടുത്ത് മെഡിക്കൽ സ്റ്റോർ ഉണ്ടോ? ആ, നേരെ പോയിട്ട് റൈറ്റ് തിരിഞ്ഞാ മതി. അവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. ആരെങ്കിലും ഇത് കണ്ടുപിടിച്ചാലോ? താൻ എന്തുവായി പറയുന്നേ? മരുന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഒറിജിനൽ പാക്ക് പോലെയല്ലേ ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. കൃത്യം കമ്പനിയുടെ ഓണർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കില്ല ഇതിന്റെ വ്യത്യാസം. എന്നാ ഇത് മഹാബലിയാണല്ലോ. കണ്ടില്ലേ കാറ് സ്കൂട്ടറൊക്കെ എടുത്ത് വലിച്ചെറിയുന്നത്? ഇത് ചിലപ്പോ ഏലിയനായിരിക്കും. വാ നമുക്ക് ചെവിയോട് പറയാം, ഓടിക്കോ. ഇതെല്ലാം നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് മരുന്നിന്റെ ബലം കൊണ്ടാണ് ഉണ്ടായത്. ഹലോ ലഡു സിംഗ് സാറേ, ചാലേ റോട്ടിലെ ഒരു മഹാബലി വന്നിട്ട് ഭയങ്കര നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക. അയാളെ കാണാൻ ഒരു കൂറ്റൻ രാക്ഷസനെ പോലെയുണ്ട്. എല്ലാം നശിപ്പിക്കാണ്. ഒന്ന് വേഗം വായോ. എന്റെ പരിധിയിൽ മഹാബലിയോ? എന്നെക്കാൾ ഒരു മഹാബലി ഇവിടെ ആരാണ് ഉള്ളത്? എന്റെ ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് എന്നുള്ള പേര് വെറുതെ അല്ല ഫേമസ് ആയത്. പോകാം സാർ, വേഗം പോയിട്ട് ആ മഹാബലിയെ നമുക്ക് അന്വേഷിക്കണ്ടേ? അതെ അതെ, അന്വേഷിക്കാം, നമുക്ക് അന്വേഷിക്കാം. നീ അതിനെ കുറിച്ച് വിഷമിക്കണ്ട. നിനക്കറിയില്ലേ, ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ എന്നെ പേടിക്കുന്ന ഏതൊരു കള്ളനും ഏതൊരു മോഷ്ടാവും അത്ര പെട്ടെന്നൊന്നും അങ്ങോട്ട് കക്കാൻ വരെയില്ല. ഞാൻ ഇപ്പൊ തന്നെ പോയി ആ മഹാബലിയെ പിടിച്ച് ഉറുമ്പിനെ ഞെരിക്കുന്ന പോലെ ഞെരിക്കും. ഇന്നെന്റെ കോൺഫിഡൻസ് ലെവല് ആകാശം മുട്ടെ ഉയർന്നിരിക്കുകയാണ്. എന്റെ കാലുകൾ ഇപ്പൊ ഭൂമിയിൽ തൊടാതെ നിൽക്കുകയാണ്. എനിക്കിപ്പോ ആകാശത്തിൽ പറക്കുന്ന പോലെ തോന്നുകയാണ്. സാറേ, നമ്മളിപ്പോ കാറ്റില് പറക്കുന്ന പോലെ തന്നെ ഉള്ളത്. സാറ് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ. നീ എന്തൊക്കെ പറയുന്ന പേടാറാം? ഞാൻ പുറകെ നോക്കണം. പുറകെ നോക്കണം. അതെ അതെ, ഇതെന്താ നമ്മൾ കാണുന്നത്? ഇതാണോ താൻ പറഞ്ഞ മഹാബലി?
അതാണ് മഹാബലി. വണ്ടി നിർത്ത. അതെ, ആരെങ്കിലും ഞങ്ങളൊന്ന് രക്ഷിക്കണേ. വേഗം ഫയർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് വിളിക്കണേ. വേഗം താഴേക്ക് ഇറക്കണേ ഞങ്ങളെ. രക്ഷിക്കണേ. Thank you very much. റെവ, ഇയാളെ ഞാൻ നഗരത്തിന്റെ പുറത്തു കൊണ്ടുപോകാൻ ശ്രമിക്കാണ്. കാരണം ഇവിടെ നാശനഷ്ടങ്ങൾ കുറയാൻ വേണ്ടിയാ. ഓക്കേ, ടേക്ക് കെയർ ശിവ. ലഡു സിംഗ് സർ, മഹാബലി ഇവിടുത്തെ ടണലിൽ കുടുങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ഫോഴ്സുമായിട്ട് വേഗം വന്ന് അവരെ അറസ്റ്റ് ചെയ്യാൻ നോക്കൂ. വേഗം. ഓക്കെ ശിവ, ഞാൻ ഇപ്പൊ തന്നെ പോലീസ് ഫോഴ്സുമായി വന്ന് അവനെ അറസ്റ്റ് ചെയ്തോളാം.
ഞാൻ ആ മഹാബലിയെ ടണലിന്റെ അകത്ത് വെച്ച് പിടിച്ചതായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഫോഴ്സ് അവിടെ എത്തിപ്പെടുമ്പോഴേക്കും അവൻ അവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. പിന്നെ അവനെ പിടിക്കാൻ പറ്റിയില്ല. അവൻ ആ ടണല് മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു. ആ മഹാബലിയെ ശരിക്കും പിടിക്കാൻ പറ്റുമോ അതോ ഇല്ലയോ അറിയില്ല. ഇതിന് ശരിക്കുള്ള ഉത്തരം പറയാൻ ഇവിടെ ആരും തന്നെ ഇല്ല. പക്ഷേ ഒരു മനുഷ്യൻ എങ്ങനെയാണ് മഹാബലിയായി മാറിയത്? ഈ ഉത്തരം പറയാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നു ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ്. ഇതാ ഇവിടെ ഡോക്ടർ സോഡി. അതായത് ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം എന്താന്ന് വെച്ചാൽ ഇയാള് ഡ്യൂപ്ലിക്കേറ്റ് മരുന്നുകൾ കഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാണ്. അതെ, ആ മരുന്ന് വിറ്റ ആളെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പിടിച്ചു കഴിഞ്ഞു. അവൻ മഹാബലിയുടെ വീട്ടിൽ നിന്നും സ്വയം വന്ന് ഞങ്ങളുടെ അടുത്ത് സറണ്ടറായി. ഇപ്പൊ അയാള് ഞങ്ങളുടെ അടുത്ത് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുകയാണ്. ഇപ്പോഴുള്ള ചോദ്യം എന്തെന്നാൽ ഈ മഹാബലിയെ എങ്ങനെയാണ് കൺട്രോളിൽ കൊണ്ടുവരിക എന്നതാണ്. അയാളെ തിരിച്ചും വീണ്ടും സാധാരണ മനുഷ്യനാക്കി മാറ്റാൻ എങ്ങനെ സാധിക്കും? അതിനുള്ള ഉത്തരം ഞാനിപ്പോൾ ഡോക്ടർ സോഡിയോട് ചോദിക്കുകയാണ്. അതായത് ഇതിനു പകരമായിട്ട് ഞങ്ങൾ ഇതുവരെ ഒരു മരുന്നും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല. ഡ്യൂപ്ലിക്കേറ്റ് മരുന്ന് കഴിച്ചത് മുഖേന അയാളുടെ തലച്ചോറ് മുഴുവനും ഒരു തരത്തിലുള്ള വൈറസ് ബാധിച്ചിരിക്കുകയാണ്. കൂടാതെ പനിയുമുണ്ട്. അതുകൊണ്ടാണ് അയാൾ ഇത്രയും ക്രൂരമായി പെരുമാറുന്നത്. അതായത് നമുക്കൊക്കെ പനി വരുമ്പോ നല്ല തണുത്ത വെള്ളത്തിൽ തുണി മുക്കി നെറ്റിയിൽ വെക്കാറില്ലേ? അതുപോലെ തന്നെ ഈ മഹാബലി എന്ന ആളുടെ തല നല്ലവണ്ണം തണുപ്പിക്കാൻ പറ്റിയാൽ ഒന്നുകിൽ ഐസ് ക്യൂബ്, അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം, അല്ലെങ്കിൽ തണുത്ത ഏതെങ്കിലും ഒരു പ്രദേശം, ഇതിലേതെങ്കിലും ഒന്ന് പരീക്ഷിച്ചാൽ ഇയാളുടെ ദേഷ്യം കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത സംഭവം എന്തെന്നറിയാൻ നിങ്ങൾ കാത്തിരിക്കുക തന്നെ വേണം. മഹാബലിയെ പിടിക്കാൻ പറ്റുമോ പറ്റില്ലയോ? ഈ വിദ്യോജനകമായ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ വേദ സിറ്റി ന്യൂസ് ചാനൽ വീണ്ടും കാണുക. പക്ഷെ അയാളുടെ ദേഷ്യം എങ്ങനെയാണ് തണുപ്പിക്കാൻ സാധിക്കുക? ഇത് വെരി സിമ്പിൾ അല്ലേ? എന്റെ ഗ്രാമത്തിൽ ഇതുപോലെ ഒരു ദിവസം ഒരു ഫയൽമാന് ഭയങ്കര ദേഷ്യം വന്നു. ഞാനൊരു വലിയ ഐസിന്റെ ബാർ എടുത്ത് അവന്റെ തലക്കിട്ട് ഒറ്റയടി വെച്ചു കൊടുത്തു. അതോടെ അയാളുടെ ദേഷ്യമൊക്കെ മാറി തണുത്ത പൂച്ചക്കുട്ടിയെ പോലെയായി. അതെ, ഈ ബെഡായിടി ഉണ്ടല്ലോ, ഒന്ന് നിർത്ത്. ഇതുപോലെ വിഡിത്തം പറയാതെ. ഇവിടെ ആണെങ്കിൽ ടെൻഷൻ അടിച്ചുള്ള ആലോചന അറിയോ? ബടായി ആയാലും പക്ഷെ ഐഡിയ വളരെ നല്ലതാണ്. അതിന്റെ അർത്ഥം ടിവിയിൽ ഒരു സയന്റിസ്റ്റ് ഇത് തന്നെയാണ് പറഞ്ഞത്. അതായത് മഹാബലിയുടെ ദേഷ്യം കുറയ്ക്കാൻ പറ്റുന്നത് ഒന്നെങ്കിലും തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ ഐസിലായിരിക്കും. അതോടെ അയാളുടെ ദേഷ്യം കുറയും. അതോടെ അയാൾ നോർമൽ ആവും. പിന്നെ കേൾക്കൂ, ഞാൻ അയാളെ എങ്ങനെയെങ്കിലും വേദനഗരത്തിലുള്ള ഐസ് ഫാക്ടറിക്ക് കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങൾ അവിടെ വന്നോളൂ. ഓടിക്കോ ഓടിക്കോ, മഹാബലി വരുന്നുണ്ട്. ഓടിക്കോ, എല്ലാവരും ഓടി രക്ഷപ്പെട്ടോ. ഓടിക്കോ, മഹാബലി വരുന്നു. ഓടിക്കോ ഓടിക്കോ. എല്ലാവരും ഓടിക്കോ ഓടിക്കോ, രക്ഷപ്പെട്ടോളൂ. നിങ്ങൾ ഇത് എന്തായി കാണിക്കുന്നത്? ഇവിടെയുള്ള വണ്ടികളൊക്കെ നശിപ്പിക്കുകയാണല്ലോ. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ നേരിടാൻ നോക്കൂ. നിനക്ക് ഇത്രയധികം സാമർത്ഥ്യമോ? എന്നോട് മല്ലിടാൻ നോക്കുന്നു? ഇങ്ങനെ വിശന്ന വയറോടെ ഓടണ്ട. ക്ഷീണം ഒരുപാട് കൂടും. എന്തെങ്കിലും കഴിക്കാൻ നോക്കൂ. ഞാൻ അയാളെ കൂടിക്കൊണ്ടാ വരുന്നത്. നിങ്ങൾ റെഡി ആയിട്ട് നിന്നോ. ലഡു സിംഗ് സർ, ശിവ മഹാബലിയെ വേദനഗരത്തിലുള്ള ഐസ് ഫാക്ടറിക്ക് കൂടിക്കൊണ്ടുവരാണ്. നിങ്ങൾ വേഗം ഇവിടെ എത്തണം. ഓക്കേ രവ, ഞാൻ ഇപ്പൊ തന്നെ വരാം.
ഞാൻ എത്തിക്കഴിഞ്ഞു രേവാ. ശിവ എവിടെയാണ്? അകത്തുണ്ട്. വേഗം പോയി ഒന്ന് സഹായിക്കാൻ നോക്കൂ. തീർച്ചയായും ഞാൻ അവനെ സഹായിക്കും. ആദ്യം അവൻ മഹാബലി ഒന്ന് ട്രാപ്പിലാക്കട്ടെ. സോറി, ഡോണ്ട് മൈൻഡ്. നിങ്ങൾ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടി ഇതേ ഒരു വഴിയുള്ളൂ. ഹലോ ലഡു സിംഗ് സർ, ഞാൻ മഹാബലിയെ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നീ എന്തായി പറയുന്നേ? അത് കലക്കി ശിവ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരികയാണ് ആ മഹാബലിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. ആ, പെട്ടെന്ന് വരൂ, വേഗം അറസ്റ്റ് ചെയ്യൂ. എവിടവൻ? എവിടവൻ? അവനെ ഞാൻ വെറുതെ വിടില്ല. ആ മഹാബലിക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല. ആ, ദാ അവിടെയുണ്ട്. ഐസിൽ ഉറച്ചു നിൽക്കാണ്. യു ആർ അണ്ടർ അറസ്റ്റ്. ശിവ, ഇത് ഒട്ടും ശരിയായില്ല. നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ. ഞാനിപ്പോ വീണ്ടും ഇവന്റെ അടുത്ത് കുടുങ്ങിയല്ലോ. രക്ഷിക്കണേ. എന്താ ചെയ്യാൻ പോണേ? രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ശിവ, ശിവനെ രക്ഷിക്കണോ? ഇയാളുടെ ദേഷ്യം തണുക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൂടുതൽ ഇയാളെ ഒന്ന് തണുപ്പിക്കുകയാണെങ്കിൽ ഇയാൾ വീണ്ടും പഴയതുപോലെയാവും. മഹാബലി അങ്കിൾ, എന്റെ ഐസ്പ്രേയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ നിങ്ങളെ മാറ്റിയെടുത്തിരിക്കും. ആദി, റവ, യുഡി, വേഗം വരൂ. ഇതിന്റെ അകത്ത് വേഗം ഐസ് നിറയ്ക്കൂ. വേഗം വേഗം, പെട്ടെന്ന്. ഇതോടെ ഇയാളുടെ ദേഷ്യമൊക്കെ മാറുന്നു തോന്നുന്നു. ഈ മഹാബലിയെ കാണുന്നില്ലല്ലോ. ഇനി ഞാൻ എല്ലാരെയും ചതച്ച് കളയും. അല്ല, ഇയാൾ നോർമലായി മാറിയല്ലോ. അവിടെ തന്നെ നിന്നാ മതി, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നല്ലോണം മേടിക്കും. പിന്നെ സ്വയം നിങ്ങളുടെ ദേഹത്തൊന്ന് നോക്കൂ. ആഹാ, ഞാൻ പഴയതുപോലെ ആയല്ലോ. ഞാൻ പഴയതുപോലെയായി. താങ്ക് യു. ഞാനിപ്പോ പഴയതുപോലെയായി. എനിക്ക് ഭയങ്കര ദേഷ്യം വരുമായിരുന്നു. നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ ശരിയാക്കിയെടുത്തു. പക്ഷെ ആ മരുന്ന് കടക്കാരൻ എവിടെ? അയാളെ ഞാൻ ശരിയാക്കിയിട്ട് തന്നെ കാര്യം. അല്ലേലും നിങ്ങൾ അവന് ശരിക്കും പണി കൊടുത്തു. അയാളെ ഇങ്ങനെ എടുത്ത് കറക്കി എറിഞ്ഞതുകൊണ്ട് ഇനി അയാൾ ഒരിക്കലും കള്ളത്തരം ചെയ്യില്ല. അതെ, അങ്ങനെ പോകല്ലേ. എന്നെയും ഇതൊന്ന് പുറത്തേക്ക് എടുത്തേ. മഹാബലി അങ്കിൾ, ഒരു ഒറ്റ ഇടി കൊടുത്ത് ഐസ് തവിട് പൊടിയാക്കൂ. ഇല്ല, എനിക്കിനി അങ്ങനെ പറ്റില്ല. ഇനി അങ്ങനെ ചെയ്താ മുറിവേൽക്കും. നീ വേണമെങ്കിൽ ചെയ്തോ. താങ്ക് യു ശിവ, താങ്ക് യു വെരി മച്ച്. ഇനി പറ, ആ മഹാബലി എവിടെയാണ്? അവനിങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. വേഗം പറ. ലഡു സിംഗ് സർ, മീറ്റ് മഹാബലി. മഹാബലി സർ,
പ്ലീസ് മീറ്റ് ലഡ്ഡു സിംഗ്. സോറി ലഡ്ഡു സിംഗ് സാറേ, എനിക്ക് ശരിക്കുള്ള ബോധമില്ലായിരുന്നു. അറിയാതെ പലതും ചെയ്തു പോയി. ഇത് മഹാബലിയാണോ? ഞാനിത് ആദ്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ഇവന്റെ ചെവി പിടിച്ച് തൂക്കി ചെയ്താ